എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 6-ാമത് വാക്യത്തിൽ നാം കാണുന്നത്, മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്ക എന്നുള്ള ഒരു ചിന്തയാണ്. മനുഷ്യൻ്റെ ജീവിതത്തെ നാം പരിശോധിച്ചു നോക്കിയാൽ 2 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ കാണുവാൻ കഴിയും. കഠിനാധ്വാനികളായ, വളരെ ശ്രദ്ധാലുക്കളായി കാര്യങ്ങളെ നോക്കിക്കാണുകയും പഠിക്കുകയും ജീവിത ലക്ഷ്യത്തോടുകൂടി ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരേണ്ടതിനു വേണ്ടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരുപറ്റം ജനസമൂഹത്തെ നമുക്ക് ഈ ലോകത്ത് കാണുവാനായിട്ട് കഴിയാറുണ്ട്. അതേപോലെ തന്നെ മടിയന്മാരും അലസന്മാരും ജീവിത ലക്ഷ്യമില്ലാത്തവരും ആയിട്ടുള്ള ഒരുപറ്റം ആളുകളെയും നമുക്ക് വളരെ ശ്രദ്ധയോടെ ഈ ലോകത്ത് നോക്കുകയാണെങ്കിൽ കാണുവാനായിട്ട് കഴിയാറുണ്ട്. ഈ 2 കൂട്ടത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അവരുടെ അവസാനവും വ്യത്യസ്തമായ അനുഭവങ്ങളിൽ അവസാനിക്കുന്നതുമാണ് നാം കാണുന്നത്. കഠിനാധ്വാനം ചെയ്യുന്നതായി മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ അധ്വാന കാലത്ത് അവന് ലഭിക്കുന്നതായ നന്മകളും അതിൽ നിന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള നിലകളിൽ അവൻ മുൻപോട്ട് പോവുകയും അതോട് ചേർന്ന് അല്പമായതെങ്കിലും സംഭരിച്ചു വെച്ച് ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി അത്യുത്സാഹത്തോടെ മുൻപോട്ട് പോകുന്ന ആളുകൾക്ക് എവിടെയും പരാജയം വരാതെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിപ്പാനും ഇടയായിത്തീരാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മടിയന്മാരും ആ നിലകളിൽ മുൻപോട്ട് പോകുന്നതുമായ ആളുകളെ സംബന്ധിച്ച് അവർ വേണ്ടതുപോലെ അധ്വാനിക്കുകയോ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുന്നതിന് പകരമായി അവർ കൂടുതൽ വിശ്രമത്തിനും അലക്ഷ്യമായ ഒരു ജീവിതത്തിനും അവർ തയ്യാറാകുക നിമിത്തം അവരുടെ ജീവിതം പിന്നത്തേതിൽ തകർന്നു പോകുന്നതായ അനുഭവങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലോത്തിനെ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ താനൊരു കഠിനാധ്വാനി ആയിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ അധിക സമയങ്ങൾ പട്ടണവാതുക്കൽ പോയിരിക്കുവാനും മറ്റുള്ളവരെ കണ്ട് സംസാരിച്ച് അങ്ങനെ ലോകകാര്യങ്ങളൊക്കെ കേട്ടുമറിഞ്ഞുമൊക്കെ മുൻപോട്ട് പോകുക എന്നതിനപ്പുറത്ത് ഒരു വിശേഷമായ ഒരു കാഴ്ചപ്പാട് തനിക്കുണ്ടായിരുന്നില്ല. തൽഫലമായിട്ട് ആ കുടുംബത്തിൻ്റെ അവസാനത്തെ ചരിത്രം പഠിക്കുമ്പോൾ തകർന്നുപോയ ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം വളരെ കൂടാരവാസിയും അധ്വാനശീലനുമായ മനുഷ്യനായിരുന്നു. ഒരു ഉറുമ്പിനെ പോലും കാണുമ്പോൾ അതിനെ നോക്കി പഠിക്കുവാനുള്ള ഒരു മനസ്സ് തനിക്കുണ്ടായിരുന്നു. തൽഫലമായിട്ട് തൻ്റെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ മനോഹരമായ കനാൻ പോലെയുള്ള ഒരു പട്ടണം പണിതെടുക്കുവാൻ തനിക്ക് സാധിച്ചത് തൻ്റെ ബുദ്ധിയോടുകൂടിയുള്ള പ്രവൃത്തികളായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഉറുമ്പ് ഒരു ബലഹീന ജാതിയാണ് എങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു എന്നാണ് ഈ വാക്യവും 35-25 വാക്യവും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നാം എല്ലാവരെയും നോക്കി പഠിക്കേണ്ടതുണ്ട്, എല്ലാവരെയും നോക്കി ഗ്രഹിക്കേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായതും ഉത്തമവുമായത് നാം തിരഞ്ഞെടുക്കുകയും ആ തലങ്ങളിൽ നാം മുൻപോട്ട് പോവുകയും ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിപ്പാൻ ഇടയാകുമെന്ന് തിരിച്ചറിയേണ്ടതുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുവാൻ, പഠിക്കേണ്ടത് പഠിക്കുവാൻ,
ആ തലങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായി ഞങ്ങൾ പഠിക്കേണ്ട മണ്ഡലങ്ങളിൽ പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങൾക്കൊരനുഗ്രഹമായി വരുവാൻ, അത് ഞങ്ങൾക്ക് നന്മയായി തരുവാൻ ദൈവം കാരണമാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.